ഇന്നൊരു പഴുത്ത മാങ്ങയുടെ പൾപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 6 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തോല് കളഞ്ഞ് കൊണ്ടുവരണം. തോല് ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് മുറിച്ചിടണം. ചെറുതായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരക്കണം. മിക്സിയിൽ അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 2 പ്രാവശ്യം അരക്കേണ്ടി വന്നു. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഇതുപോലെ ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ശ്രദ്ധിച്ചിട്ട് കൈ കൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് പൊട്ടിത്തെറിക്കും. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങയാണ്. ഇഷ്ടം പോലെ ഉണ്ട് മാവിൻ്റെ മേലെ. പക്ഷേങ്കിൽ പാറാടനെല്ലാം തിന്നു തീർക്കുമെന്ന്. മാങ്ങയുടെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കണം. വറ്റി വരുമ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർക്കാം. മാങ്ങക്ക് മധുരമുള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാര വേണ്ടുന്ന കൂട്ടർക്ക് ചേർക്കാം. ഈ പരുവമാകുമ്പോൾ നമ്മൾക്ക് ചെറുനാരങ്ങ ചേർക്കാം. ചെറുനാരങ്ങ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ കുറച്ചും കൂടി ഇളക്കേണ്ടി വരും. നമ്മുടെ മാങ്ങാപ്പഴുപ്പ് തയ്യാറായി. ഇത് വാങ്ങി വെക്കണം. തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ജാറിലേക്ക് ഇട്ട് വെക്കുക. ഈ പൾപ്പിനെ കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. 1 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ്സിന്. അതുപോലെ പാല് ചേർത്ത് ഷെയ്ക്കും ഉണ്ടാക്കാം. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കാൻ പാടില്ല. താങ്ക് യു.